ഇനി രസപ്പൊടി വാങ്ങാൻ കടയിലൊന്നും പോകണ്ട കേട്ടോ. ഓണത്തിന് രസം വെക്കാനും അതുപോലെ കർക്കിടകത്തിൽ ദേഹരക്ഷയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രസക്കൂട്ടായത്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ വെച്ച് നല്ല മണവും രുചിയുള്ള രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലത്തെ രസപ്പൊടി ഉണ്ടാക്കിയാൽ നമ്മൾ കടയിൽ നിന്നൊന്നും ഇനി രസപ്പൗഡർ വാങ്ങിക്കുകയല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കത്തേ ഉള്ളൂ. ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ തുവരപ്പരിപ്പാണ്. നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെ എല്ലാം എടുക്കണേ. ഇനി ചെറിയ ജീരകം, സാജീരകം എന്നൊക്കെ പറയല്ലേ, അതും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന കുരുമുളകും സെയിം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേ അളവിൽ വേണ്ട ഉലുവ കുറച്ച് കുറയ്ക്കാം. ഉലുവ അതിൻ്റെ ഒരു 1/2 കപ്പ് മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പിലയാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ല ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ തീ വേണം ചൂടാക്കി എടുക്കാനേ. കൂടുതൽ ഫ്ലെയിം ഇട്ടാൽ കരിഞ്ഞു പോകും. ഇത് നല്ല വറുത്തെടുത്ത് നല്ല സ്മെല്ലോട് കൂടി കിട്ടണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇനി കുറേ ചേരുവകൾ നമുക്കിത് ചേർക്കാനുണ്ട്. ആ ചേരുവകളൊക്കെ 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഒറ്റയടിക്കിട്ടാൽ കരിഞ്ഞു പോകും. പിന്നെ ഈ പാകത്തിനാകുമ്പോഴത്തേക്ക് നമ്മൾ മല്ലിയില്ലേ, പച്ചമല്ലി, അതുണ്ടേ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമല്ലി ഇല്ലായിരുന്നു, പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. പച്ചമല്ലിയായിട്ട് ചേർക്കുന്ന ഏറ്റവും നല്ലത്. പൊടിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുവേ. ഇപ്പം ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെല്ലാവരും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചേർക്കുന്നത് കുറച്ച് വറ്റൽമുളക. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തേച്ചാൽ മതി. അപ്പം എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ഇത് നല്ലോണം മൂക്കട്ടെ. ഇത് മൂത്ത് വന്ന ഒരു കരികരിപ്പ് വരണം മുളകിന്, എന്നാലേ ഉള്ളൂ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മല്ലി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ പാകത്തിന് ചേർത്താൽ ഇത് കരിഞ്ഞു പോവുകയില്ല. അല്ലെങ്കിൽ നേരത്തെ ചേർക്കുവാണെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. മല്ലി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് വലിയ ചേരുവകളൊന്നുമില്ല. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം ബാക്കി 2-3 ചേരുവകളും കൂടെ മെയിനായിട്ട് നമുക്ക് ചേർക്കാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാവേ. ഇപ്പം നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിനാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഏകദേശം 1 സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. രസപ്പൗഡർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതേ, ഇപ്പോൾ 100 ഗ്രാം മുളക് എടുത്തെങ്കിൽ ആ 100 ഗ്രാം തന്നെ മല്ലിയും എടുക്കണം. ഒരേ അളവിൽ വേണം സാധനം എടുക്കാൻ. പിന്നെ അതിൽ കുറയ്ക്കേണ്ട മുളക് മാത്രമാണ്. എരിവ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മുടെ പ്രധാന ചേരുവയായ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഈ ചെറിയ ചൂടിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. കായം ഞാൻ 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ കിട്ടാനാണ് ഞാൻ ഇത്രയും കായം ചേർക്കുന്നത്. ഇനി ഇതിപ്പോൾ നല്ല ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല പൊടിച്ചെടുക്കണം. നമ്മൾ തന്നെ വീട്ടിൽ കഴുകി ഇണക്കിയ സാധനങ്ങൾ വെച്ച് ഹോം മെയ്ഡായിട്ട് രസപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മല്ലിയില ചേർക്കുന്നുണ്ട്. അത് രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മതി. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ ഈ പൗഡർ വെച്ചിട്ട് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ആറിയിട്ടുണ്ട്. ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. പൊടിച്ചതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. ഇത് പുറത്തിരുന്നാലും അഴുക്കായൊന്നും പോകുകയില്ല. നമ്മളൊരു ചില്ല് കുപ്പി വേണം വെക്കാനേ, പ്ലാസ്റ്റിക് കുപ്പി വെക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊരു കുപ്പിയിലേക്ക് ആറിയതിന് ശേഷം എടുത്ത് വെക്കാം. ഒന്ന് ചൂട് ശരിക്ക് പോകണം, എന്നിട്ടേ കുപ്പിയിലേക്ക് ആക്കാവുള്ളേ. ഇപ്പം നമുക്ക് ഏകദേശം 1 കുപ്പിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 6-7 രസം വെക്കാനുണ്ട്. ആ കണക്ക് കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 6 ഗ്ലാസ് രസം വെക്കാനാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ നിറച്ച് പൊടിയിട്ട് കൊടുക്കണം. നമുക്ക് നല്ല കൊഴുപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അധികം എരിവൊന്നും വരികയില്ല കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 വറ്റൽമുളക് കൂടി താളിക്കുന്ന സമയത്ത് പൊട്ടിച്ചിട്ടാൽ മതിയേ. ഇനിയിപ്പോൾ ഇതെല്ലാം ജാറിലാക്കി നമുക്ക് വെക്കാം.
ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഈ രസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്ന രസമാണേ. സാമ്പാർ പൊടിയും രസപ്പൗഡറും ഒന്നും ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് സാമ്പാറും രസവും ഒക്കെ വെച്ച് കൂട്ടാം. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനിയിപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ, താങ്ക്സ്.